നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ ആരാധന. അട്ടപ്പാടി സെഹിയോൻ മിനിസ്ട്രീസിൽ നിന്നും ലോകമെമ്പാടുമുള്ള യേശു ക്രിസ്തുവിൻ്റെ വാത്സല്യ ഭാജനങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കുന്ന ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അത്യുന്നതമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതകാലത്ത് ജീവിക്കുന്ന ദൈവത്തെ സമീപിക്കാനും അവൻ്റെ വചനങ്ങളെ കേൾക്കാനും അത് അനുസരിച്ച് ജീവിക്കാനും നമുക്കായി ദൈവം കൃപ വർഷിക്കുന്ന ഈ കാലം എത്രയോ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാലമാണ്. ഇന്ന് ഈ വചനം കേൾക്കാൻ തോന്നുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. പ്രിയപ്പെട്ട മക്കളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ കാലങ്ങളായുള്ള തടസ്സങ്ങളിലും പ്രതികൂലങ്ങളിലും പിശാചിൻ്റെ പീഡകളിലും വലിയ അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങളിലും ദൈവശക്തി വ്യാപരിച്ച് സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കും. എന്റെ പേര് ആൻസ്. ഞാൻ അലനല്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. അലനല്ലൂരിൽ നിന്നാണ് ആൻസ് കുട്ടി വരണത്. ഞാൻ എൻ്റെ അങ്കിളിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ അങ്കിളിന് ഹാർട്ടിന് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ EMS ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു മഹാധമനിയിൽ 90% ബ്ലോക്ക് ഉണ്ട്, ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അങ്ങനെ ഞായറാഴ്ചയാണ് അവിടെ അഡ്മിറ്റ് ആക്കിയത്. പല കാരണങ്ങളാൽ ഓപ്പറേഷൻ നീണ്ടു പോയി. അങ്ങനെ ജൂലൈ 12 വെള്ളിയാഴ്ച ദിവസം ഞാൻ വീട്ടിൽ ഉച്ചയ്ക്ക് 11 മണിക്കുള്ള TV-യിലുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഒരു അമ്മച്ചിയുടെ ഹാർട്ടിൻ്റെ ബ്ലോക്ക് പോയത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. TV കൂടെ അമ്മച്ചി സാക്ഷ്യം പറഞ്ഞു. ഇത് ഈ കുട്ടി പറയണ മാതിരി അമ്മച്ചി പറഞ്ഞ സാക്ഷ്യം TV കൂടെ വന്ന് ആ ഹാർട്ട് ബ്ലോക്ക് മാറിയ കാര്യം അപ്പോൾ ഈ കുട്ടിക്ക് വിശ്വാസമായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ രോഗിയുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അങ്കിള് ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് തലയിൽ കൈ വെക്കുന്ന പോലെ വിചാരിച്ച് ഞാൻ വിശ്വാസ ദൃഷ്ടി കൊണ്ട് അങ്ങോട്ട് കണ്ടു പ്രാർത്ഥിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഈശോ എന്തായാലും ഓപ്പറേഷൻ നടത്തില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അങ്കിള് ഇറങ്ങി വരും ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പിറ്റേ ബുധനാഴ്ച ആശുപത്രിയിൽ ഓപ്പറേഷനുള്ള എല്ലാ ഒരുക്കങ്ങളും ഫീസ് വരെ അടച്ചു. ഇങ്ങനെ കെട്ടി മുടിയൊക്കെ പെട്ടി പല ചെയ്ത് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി 1 മണിക്കൂർ കഴിഞ്ഞ് അവരെ ആന്റീനെ വിളിച്ചിട്ട് പറഞ്ഞു മഹാധമനിയിലുള്ള ബ്ലോക്ക് പൂർണ്ണമായിട്ട് മാറി, കാണാനില്ല, ഇനി ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, പൂർണ്ണമായിട്ട് രോഗം എടുത്ത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കയ്യും കാലിലും നീട്ടി അങ്ങനെ കിടത്തി അങ്ങനെ കൊണ്ടുപോയി വെച്ച് 1 മണിക്കൂർ തലങ്ങും വിലങ്ങും നോക്കിയിട്ട് മഹാധമനിനെ കാണില്ല. മഹാധമനിയല്ലേ അനന്തധമനി, അത് മഹാധമനിയല്ലേ? അവിടെ ഒരു ഓപ്പറേഷൻ അല്ല, അവിടെ ബ്ലോക്ക്. എല്ലാ ബ്ലോക്കും മാറ്റി തന്ന ഈശോയ്ക്ക് ഒന്ന് കൈയടിച്ച്, ഒന്ന് ശക്തിയോടെ കൈകൾ ഉയർത്തി കൈയടിച്ച്. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർക്കോസ് 11:24. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ തരത്തിൽ ദൈവത്തിന്റെ ശക്തിയെ കൊണ്ടുവരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം
55-ാം അധ്യായം 10-11 തിരുലിഖിതങ്ങൾ. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ബലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ ബലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയകരമായി പൂർത്തിയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തൻ്റെ വചനം അയക്കുമ്പോൾ ആ വചനത്തെ ദൗത്യം ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് അയക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ കാലങ്ങളായ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ആ വിഷമങ്ങളുടെ കെട്ടഴിക്കാൻ ദൗത്യം ഏൽപ്പിച്ചിട്ട് കർത്താവ് വചനത്തെ അയക്കുകയാണ്. രോഗമുണ്ടെങ്കിൽ രോഗത്തിൻ്റെ ആ ഒരു ആധിപത്യം തകർക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ച് കർത്താവ് വചനത്തെ അയക്കുകയാണ്. കണ്ണുനീരുള്ള കുടുംബം ഉണ്ടെങ്കിൽ ആ കണ്ണുനീർ ഒപ്പിയെടുക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ച് കർത്താവ് വചനത്തെ അയക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒരുപക്ഷെ നിങ്ങളൊരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്തായിരിക്കാം ദൈവം ഈ വചന ശുശ്രൂഷ കേൾക്കാൻ വേണ്ടി നിങ്ങളെ വിളിക്കുന്നത്. ഇത് കേൾക്കുന്നവർ ഏത് അവസ്ഥയിലാണ് ഇത് കേൾക്കുന്നതെന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇത് പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പരിശുദ്ധാത്മാവ് ശക്തമായൊരു വെളിപ്പെടുത്തൽ തരുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാലങ്ങളായുള്ള പിശാചിൻ്റെ പീഡ വ്യക്തികളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് പോകുമെന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. അത് സംഭവിക്കും, വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിരവധി രോഗികൾ സൗഖ്യം പ്രാപിക്കും. ഒരുപാട് വിദ്യാർത്ഥിനികൾക്ക് ഈ വചന ശുശ്രൂഷ വഴി അവരുടെ ജീവിത തടസ്സങ്ങൾ മാറി അനുഗ്രഹം ഉണ്ടാവും. മക്കളില്ലാതെ നിരവധി കുടുംബങ്ങൾ കർത്താവ് മക്കളെ നൽകി അനുഗ്രഹിക്കും. ചികിത്സ ഫലിക്കാത്ത ശരീരങ്ങൾക്ക് വിടുതൽ ലഭിക്കും. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം സ്തുതിക്കാം. നിങ്ങൾ മനസ്സങ്ങോട്ട് തുറക്കണം. കർത്താവ് പറഞ്ഞെങ്ങനെയാണ്? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എളിമ വേണം മക്കളെ. നന്ദ കൈകൾ നന്നായി ഉയർത്തി കുറച്ചു നേരം ടീമിനോട് കൂടെ ഇപ്പോൾ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷങ്ങൾ അത്ഭുതങ്ങളെ നിമിഷങ്ങളാക്കി അഭിഷേകന്മാർ ചൊരിയണമേ കർത്താവേ. ആത്മമാരി ചൊരിയണമേ കർത്താവേ. ഉണർവിന്റെ അഭിഷേകം ജ്വലിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. അധരങ്ങളുടെ ബന്ധനങ്ങൾ മാറട്ടെ കർത്താവേ. എല്ലാ അധരങ്ങളും ദൈവസ്തുതിപ്പ് നൽകണമേ കർത്താവേ. ഉണർവ് നൽകണമേ കർത്താവേ. അഭിഷേകം നൽകണേ കർത്താവേ. അനറകളും ദൈവത്തെ ആരാധിക്കാൻ കൃപ നൽകണേ കർത്താവേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പൊതിയണമേ. ഇവരെ മാത്രമല്ല, ഇവർ വചനം കേട്ടുകൊണ്ട് ഈ മുറി മുഴുവനെ പൊതിയണമേ. ഈ വീട് മുഴുവനെ അഭിഷേകം ചെയ്യണമേ. ഈ സ്ഥാപനം മുഴുവനെ അഭിഷേകം ചെയ്യണമേ. ഈ വചനം കേൾക്കാൻ വേണ്ടി ഒരുമിച്ചുള്ള മുഴുവൻ ഈ കമ്മ്യൂണിറ്റി മുഴുവനെ അഭിഷേകം ചെയ്യണമേ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. രോഗികളുടെ മേൽ സൗഖ്യമായി അവിടുന്ന് അത്ഭുത ശക്തിയോട് പൊതിയണമേ കർത്താവേ. മനപ്രയാസത്തിരിക്കുന്നവരെ ഒരു പുതിയ അഭിഷേകം പൊതിയണമേ കർത്താവേ. വലിയ അന്ധകാരപ്പിട, തഴക്കദോഷം, സ്വയംഭോഗം, സ്വർഗഭോഗം, വ്യഭിചാരം, മദ്യപാനം, പുകവലി, ചീട്ടുകളി ഇവയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആത്മാക്കളുടെ മേൽ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു വിശുദ്ധീര ക്രമം കൊണ്ട് പൊതിയണമേ. ഗ്ലോറി, 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 ഗ്ലോറി. കർത്താവേ, സ്പർശിക്കണമേ കർത്താവേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. അന്ധകാരത്തിന് കോട്ടകളെ തകർക്കണമേ കർത്താവേ. പീഡകൾ വിട്ടുമാറി പോട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കാലങ്ങളായി ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംശയം, കലഹം, അവിശ്വാസം, നിരീശ്വര ചിന്ത, ദൈവനിഷേധം യേശുനാമത്തിൽ വിട്ടുമാറി പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. കൃപ നിറയട്ടെ കർത്താവേ. ഉണർവ് നിറയട്ടെ കർത്താവേ. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ കുറിച്ച് അനുദപിച്ച് ഒരു പുതിയ സൃഷ്ടിയാകാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഈ ദാസന്മാരുടെ മേൽ ഇപ്പോൾ നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തുതി. Praise the Lord. Praise the Lord. Hallelujah. 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 സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഈ ഒരു വചനശുശ്രൂഷ തുടങ്ങിയാൽ തീരുന്നത് വരെ എങ്ങോട്ട് എഴുന്നേറ്റ് പോകരുത്. ഒരു സ്ഥലത്തിരുന്ന് ഒരു ധ്യാനം കൂടുന്ന അതേ ആദരവോടുകൂടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കണം. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം സ്വീകരിക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, നിലമൊരുക്കി വചനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം ഒരുക്കി വചനം സ്വീകരിക്കണം. നല്ല നിലത്ത് വീഴുന്ന വിത്തിനെ പോലെ നമ്മുടെ ഹൃദയം ഒരുക്കി നമ്മൾ വചനം സ്വീകരിക്കണം. രണ്ടാമതായി യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വചനം ശ്രവിക്കുമ്പോൾ എളിമയോടും ദൈവഭയത്തോടും കൂടെ വചനം ശ്രവിക്കണം. കുറച്ച് കേട്ടു, കുറച്ച് പുറത്തേക്ക് പോയി, കുറച്ച് കുട്ടികളെ കളിപ്പിച്ചു, കുറച്ച് അടുക്കള ജോലി ചെയ്ത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വചനം കേൾക്കാതിരിക്കുകയാണ് നല്ലത്. ആദരവോടെ ഇത് മുഴുവൻ സമയം കേൾക്കാൻ പറ്റുന്ന വേറൊരു സമയത്ത് നിങ്ങൾ ഈ വചനം കേട്ടാൽ മതി. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 1 മണിക്കൂർ 2 മണിക്കൂർ ഇതിന് വേണ്ടി ഇങ്ങനെ മാറ്റി വെക്കുക. എന്നിട്ട് പ്രാർത്ഥനാപൂർവ്വം ഇരുന്ന് ആദരവോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ അങ്ങോട്ട് ഭക്ഷിക്കുക. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 12-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു: നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്ക് തന്നെ. ഒരു ആത്മീയ കാര്യങ്ങളെ നല്ല വിധത്തിൽ ചിന്തിക്കാനും നല്ല വിധത്തിൽ കാണാനും നല്ല വിധത്തിൽ അതിനെ സമീപിക്കാനും ഒരു വിവേകം നമുക്ക് കിട്ടിയാൽ അതിൻ്റെ പ്രയോജനം നമുക്ക് തന്നെ. അതുകൊണ്ട് ഈ ഒരു നിഷ്കർഷ നിങ്ങളുടെ ജീവിതത്തിൽ പുലർത്തണമെന്ന് അച്ഛൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്നുകൊണ്ട് ഉറക്കെ പറ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയമാണ് ദൈവദൂഷണം അരുത്, അല്പം പോലും അരുത്. ദൈവദൂഷണം അരുത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ആദ്യം വരുന്ന ഒരു വേദനയുണ്ട്. എന്താണെന്നറിയോ? അച്ഛൻ ഈ കുറച്ച് നാളുകളിൽ ഒരു സംഭവം കേട്ടു. അതിങ്ങനെയാണ്: ഒരു കുട്ടി, ആ കുട്ടി കുറേ നാൾ പ്രാർത്ഥിക്കാൻ പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന് ഒരു നിശ്ചിത ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്നറിയോ? അവന് നല്ല റിസൾട്ട് കിട്ടണം. അങ്ങനെ കുറേ റിസൾട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ എല്ലാ A+ഓ അങ്ങനെ എന്തോ ഒരു വലിയ റിസൾട്ടാണ്. അത് കിട്ടാൻ വേണ്ടി അവനൊരു നിശ്ചിത കാലം ഒരു തീർത്ഥാടന കേന്ദ്രത്തിലോ ഒരു ധ്യാന കേന്ദ്രത്തിലോ ഒരു പ്രാർത്ഥനാ സങ്കേതത്തിലോ എവിടെയോ പോയി അവൻ പ്രാർത്ഥിച്ചു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞതുപോലെ റിസൾട്ട് കിട്ടിയില്ല. നല്ല റിസൾട്ട് കിട്ടി, പക്ഷെ അവൻ പറഞ്ഞതുപോലെ റിസൾട്ട് കിട്ടിയില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക പൈശാചിക പീഡയുണ്ടായി. അവൻ വന്ന് പ്രാർത്ഥന നിർത്തി, അവൻ വന്ന് കുരിശിലുവൻ തല്ലിപ്പൊട്ടിച്ചു, അവൻ വന്ന് ആത്മീയ കാര്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് അവൻ വെറുതെ നടക്കാൻ തുടങ്ങി. അവൻ കുടുംബത്തിലെ പ്രാർത്ഥന ചേരാതെയായി. തന്നിഷ്ടപ്രകാരം അവൻ മർക്കടമുഷ്ടി സ്വഭാവം തുടർന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടു. എന്നിട്ട് ഈ രൂപങ്ങളെല്ലാം തല്ലിപ്പൊട്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിനോട് സന്തോഷിക്കുക. എന്നിട്ട് അവൻ പറയുകയാണ്: എനിക്കിപ്പോൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ താല്പര്യം തോന്നുന്നില്ല, ഞാൻ അതിന് പകരം പിശാചിനോട് പ്രാർത്ഥിച്ചോളാന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പനും അമ്മയും ഈ ഒരു കാര്യം കേട്ട് വിഷമിക്കുകയാണ്. അവരുടെ നല്ല കുടുംബം, നല്ല മാതാപിതാക്കന്മാർ, നല്ല ഫാമിലി. എന്നാൽ പെട്ടെന്നൊരു പൈശാചിക പീഡ കുട്ടിയെ അലട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു ചെറിയ പീഡയാണെങ്കിൽ മറ്റനേകം ആളുകളെ അലട്ടുന്ന നിരവധി തരത്തിലുള്ള പീഡ ഇത് ഒരു നിസ്സാര കാര്യമല്ല. വേറൊരു കൂട്ടം ആളുകൾ പറയുകയാണ്: ഞാൻ ദൈവത്തിന് ഇപ്പോൾ ദശാംശം കൊടുക്കുന്നില്ല, ഞാൻ പിശാചിനാണ് ദശാംശം കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് മക്കളെ വഞ്ചിതരാകരുത്. ലോകത്തിൽ ജനം നാനാവിധമാണ്. എന്നാൽ ഓരോ ദൈവപൈതലും നടക്കേണ്ട വഴികൾ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ പറയുകയാണ്: ഞങ്ങളിപ്പോൾ ദൈവത്തിന് ദശാംശം കൊടുക്കുന്നില്ല, പിശാചിനാണ് ദശാംശം കൊടുക്കേണ്ടതെന്ന്. ഇതാ വേറൊരു കൂട്ടം ആളുകൾ, അവർ കുർബാനയ്ക്ക് പോയിരുന്നവരാണ്, അവർ പള്ളിയിൽ പോയിരുന്നവരാണ്, അവർ ആദ്യ കുർബാന സ്വീകരിച്ചിരുന്നവരാണ്. ഇപ്പോൾ അവരെന്താ ചെയ്യണത്? സാത്താൻ ആരാധനയ്ക്ക് പോവുക, പിശാചിനെ ആരാധിക്കാൻ വേണ്ടി പോവുക. അവിടെ എന്താണ് ചെയ്യണത് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രൂപം നിലത്തിടിച്ച് ചവിട്ടുക, യേശുക്രിസ്തുവിന്റെ തിരുശരീരം, പരിശുദ്ധ ദിവികാരുണ്യം അവിടെ കൊണ്ട് അവഹേളിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസ പ്രമാണം തലതിരിച്ച് ചൊല്ലുക. നന്മയെന്ന് പറയുന്നത് തിന്മയെന്ന് പറയുക, ദൈവം എന്ന് പറയുന്നത് പിശാച് എന്ന് പറയുക. ഇങ്ങനെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ്
പിശാചിനെ സ്വീകരിക്കുകയും യേശുവിൻ്റെ രൂപത്തിന് മേൽ തുപ്പുകയും യേശുവിൻ്റെ രൂപത്തിന് മേൽ ചവിട്ടുകയും ചെയ്യുന്ന കുറേ വിശ്വാസികളെയെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാത്താൻ സേവ, പിശാചിനെ ആരാധിക്കാൻ പോകുന്നവര്, അങ്ങനെയുള്ള ഏതെങ്കിലും സംഘങ്ങളിലോ ഏതെങ്കിലും കാര്യങ്ങളിലോ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും അവസ്ഥകളിൽ നിങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ, മക്കളെ, ഈ ഒരു ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിടുതലിന് വേണ്ടി കർത്താവ് നിങ്ങൾക്ക് തരുന്ന അത്ഭുതത്തിൻ്റെ ഒരു മണിക്കൂറാണെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഒന്നുകൂടെ ഉറക്കെ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം തന്നെ വചനം ഈ കാര്യത്തിന് നമുക്കൊരു നിർദ്ദേശം തരുന്നുണ്ട്. ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 22-ാം അധ്യായം 31-32 തിരുലിഖിതങ്ങൾ. നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുവീൻ, ഞാനാണ് കർത്താവ്. ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എൻ്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകയാൽ നിങ്ങൾ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുത്. ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എൻ്റെ നാമത്തിൻ്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകയാൽ നിങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുത്. കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കരുത്, കർത്താവിൻ്റെ നാമത്തെ ശപിക്കരുത്, കർത്താവിൻ്റെ നാമത്തെ നിന്ദിക്കരുത്, കർത്താവിൻ്റെ നാമത്തെ തള്ളിപ്പറയരുത്, കർത്താവിൻ്റെ നാമത്തിനെതിരെ ദൂഷണം പറയരുത്, ദുഷിച്ച് പറയരുത്. ദൈവവചനം നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഇതിനെക്കുറിച്ച് വീണ്ടും ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ലേവ്യരുടെ പുസ്തകം 24-ാം അധ്യായം 10 മുതൽ 16 വരെ തിരുലിഖിതങ്ങൾ. അവിടെ അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്: ദൈവ ദൂഷണത്തിന് ശിക്ഷ. വേറൊരു വാക്യം പറഞ്ഞാൽ, ദൈവദൂഷണം ചെയ്യുന്നൊരു വ്യക്തി ആരായാലും, രാജാവാകട്ടെ, അത് ഉദ്യോഗസ്ഥന്മാരാകട്ടെ, ഭരണകർത്താക്കളാകട്ടെ, പഠിപ്പുള്ളവരാകട്ടെ, പഠിപ്പില്ലാത്തവരാകട്ടെ, കുടുംബനാഥനാകട്ടെ, യുവാവാകട്ടെ, വിദ്യാർത്ഥിനാകട്ടെ, ദൈവദൂഷണം പറയുന്നവൻ ആരായാലും അവന് ശിക്ഷയുണ്ട്. ഇത് ദൈവവചനം ഉറപ്പായും പഠിപ്പിക്കുന്ന ഒരു സംഗതി തന്നെ. അവിടെ വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഇസ്രായേൽക്കാരിയിൽ ഈജിപ്തുകാരന് ജനിച്ച ഒരുവൻ ഇസ്രായേൽ ജനത്തിനിടയിൽ വന്ന് പാളയത്തിൽ വെച്ച് ഒരു ഇസ്രായേൽക്കാരനുമായി വഴക്കിട്ടു. ഇസ്രായേൽ സ്ത്രീയുടെ മകൻ തിരുനാമത്തെ ദുഷിക്കുകയും ശപിക്കുകയും ചെയ്തു. രണ്ട് ആളുകൾ തമ്മിൽ വഴക്കിടുകയാണ്. വഴക്കിട്ട് ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ഇതാ ഒരുവൻ ദൈവനാമത്തെ തിരുനാമത്തെ ദുഷിക്കാനും ശപിക്കാനും തുടങ്ങി. ദൈവത്തെ ശപിക്കുക, ദൈവത്തെ ചീത്ത വിളിക്കുക, ദൈവത്തെ തെറി പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയുള്ള മനുഷ്യന്മാരിന്നുണ്ട്, അങ്ങനെയുള്ള ആളുകൾ ഇന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് വലിയ ശിക്ഷ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു സംഗതിയാണെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഉടനെ ആ വ്യക്തിയെ മോശയുടെ നിയമപ്രകാരം ആ ജനങ്ങൾ അവിടെ തടഞ്ഞു വെച്ചു. അതിനുശേഷം മോശയും നേതാക്കന്മാരും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇങ്ങനെ ഒരു തെറ്റ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പറ്റിയിട്ടുണ്ട്, അതെന്താ കർത്താവേ ചെയ്യേണ്ടത് എന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചു. അപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത വെളിപ്പെടുത്തലാണ് 13 മുതൽ 16 വരെ തിരുലിഖിതങ്ങൾ. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ശാപവാക്ക് പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോവുക. അവൻ പറഞ്ഞത് കേട്ടവരെല്ലാം അവൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം ജനം അവനെ കല്ലെറിയട്ടെ. എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുക, ദൈവത്തെ ശപിക്കുന്നവൻ തൻ്റെ പാപം വഹിക്കണം, കർത്താവിൻ്റെ നാമം ദുഷിക്കുന്നവനെ കൊന്നുകളയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനൊരു രാജ്യത്ത് ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെ ഒരു പട്ടണത്തിൽ നിന്ന് വന്ന ഒരു കൂട്ടം ആളുകൾ ഇങ്ങനൊരു സങ്കടം പറഞ്ഞു. അച്ഛാ, ഞങ്ങൾ ജീവിക്കുന്ന പട്ടണത്തിലെ ആളുകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർക്ക് ദേഷ്യം വന്നാൽ, അവർക്ക് പ്രതീക്ഷിക്കാത്ത സംഭവിച്ചാൽ, ഒരു ദുരന്തം വന്നു, അല്ലെങ്കിൽ ഒരു മഹാമാരി ഉണ്ടായി, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക മാന്ദ്യം വന്നു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അങ്ങനെ അവർ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരു വേദനയുള്ളൊരു കാര്യം വന്നാൽ ഉടനെ അവർ ദൈവത്തെ ചീത്ത വിളിക്കുക, ദൈവത്തെ പന്നി, പട്ടി ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ദൈവത്തെ വിളിക്കുക. അത് കേട്ട് നെഞ്ചു നുറുങ്ങി ആ പട്ടണത്തിലുള്ള വിശ്വാസികൾ വന്ന് പറയുകയാണ്, അച്ഛാ, ഒരു കാലത്ത് വിശ്വാസികളായിരുന്നവർ അവരിപ്പോൾ എങ്ങനെ പറയുന്നു എന്ന് പറയുക.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു രാജ്യത്തോ രണ്ട് രാജ്യത്തുള്ള കാര്യമല്ല. ലോകവ്യാപകമായി ആയിരക്കണക്കിന് ദൈവമക്കളെ സാത്താൻ വളരെ കൗശലപൂർവം സർവനാശത്തിലേക്ക് നയിക്കാൻ അവരുടെ മേൽ വിതച്ചിട്ടുള്ള ഒരു മഹാപാപമാണ് ദൈവദൂഷണം. ദൈവനാമത്തെ ശപിക്കുക, ദൈവനാമത്തെ ചീത്ത വിളിക്കുക, ദൈവനാമത്തെ തള്ളിപ്പറയുക, ദൈവത്തെ ഉപേക്ഷിക്കുക, ഇങ്ങനെയുള്ള രീതികൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ വായിച്ച വചനത്തിനോട് വെളിപ്പെടുത്തുന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു തിന്മ ചെയ്താൽ അത് നമ്മുടെ ജീവനെ ഒന്ന് പിടികൂടുന്ന ഒരു വലിയ തകർച്ചയായി രൂപാന്തരപ്പെടും. എന്ത് വചനം? ജീവനെതിരെയുള്ള തകർച്ചയാണ് ഈ തിന്മ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനൊരു ഉദാഹരണം നമ്മൾ കാണുന്നത് മക്കബായരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിലാണ്. 9-ാമത്തെ അധ്യായം 1 മുതൽ അധ്യായം മുഴുവനും ഒരു ദൈവദൂഷകന്റെ കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ദൈവദൂഷകന്റെ പേരാണ് അന്തിയോക്കസ്. അന്തിയോക്കസ് വലിയൊരു ഭരണാധികാരിയാണ്. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? എവിടെയെങ്കിലും തോറ്റാൽ, എവിടെയെങ്കിലും പരാജയം ഉണ്ടായാൽ ദൈവത്തെയും ദൈവത്തിന് നാമം പേറുന്ന ജനത്തെയും ചീത്ത വിളിക്കുക, ശപിക്കുക, അവരോട് പ്രതികാരം ചെയ്യുക, അവരോട് പകരം വീട്ടി ആശ്വസിക്കുക. അങ്ങനെ ഈ അന്ത്യോക്കസ് രാജാവ് ഒരു ദേശത്ത് തോറ്റ് തുന്നം പാടി. അപ്പോൾ ആ ഒരു ദേഷ്യവും വിഷമമൊക്കെ തീർക്കാൻ വേണ്ടി ദൈവത്തിന് നാമം പേറുന്ന ഇസ്രായേൽ ജനത്തിനെതിരെ പാഞ്ഞു വരികയാണ്. അവരെ മുഴുവൻ ഇപ്പോൾ പട്ടിക്കും പറവയ്ക്കും ഭക്ഷണമായി ഇട്ടുകൊടുക്കും, ഒരൊറ്റയൊന്നും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഇതാ ദൈവത്തിന് നാമം പേറുന്ന വിശുദ്ധ ജനത്തിനു നേരെ പാഞ്ഞു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയാണ് ചില ഓഫീസുകളിലും ചില ഉദ്യോഗസ്ഥന്മാരുടെ സ്വഭാവ ശൈലി. പ്രാർത്ഥിക്കുന്ന ഒരാൾ വന്നാൽ, അല്ലെങ്കിൽ തിരുസഭയുടെ ഒരു കാര്യം പറഞ്ഞ ഒരാൾ വന്നാൽ, പള്ളിയുടെ കാര്യം പറഞ്ഞ ഒരാൾ വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മീയ കാര്യം പറഞ്ഞ ഒരാൾ വന്നാൽ അവരോട് ഷൗട്ട് ചെയ്യുക, അവരെ അപമാനിക്കുക, ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുക, ദൈവത്തെ ചീത്ത വിളിക്കുക. ഓഫീസിൽ നിന്ന് ഓഫീസറാണ്, ഉദ്യോഗസ്ഥനാണ്, ഭരണാധികാരിയാണെന്ന് വിചാരിച്ച് എല്ലാം ചെയ്യാമെന്ന് ധരിച്ചു വശാകരുത്. പ്രിയ ദൈവവൈതലേ, കൂട്ടിയാ കൂടാത്ത കാലം വരും. രാജാവാകട്ടെ, ഭരണാധികാരിയാകട്ടെ, നേതാവാകട്ടെ, ആരുമാകട്ടെ, ദൈവത്തിന്റെ വചനം എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധകമായ ഒരു നിത്യസത്യമാണ്. ദൈവത്തിന്റെ വചനം ഒരാളും നാശത്തിൽ നിന്ന് പെടാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ മുന്നറിയിപ്പുകൾ നൽകുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോ യുവതി യുവാക്കന്മാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ദൈവം ഉയർന്ന സ്ഥാനത്താക്കുമ്പോൾ ദൈവനാമത്തെ ദുഷിക്കാനോ വിശുദ്ധ സ്ഥലങ്ങളെ നിന്ദിക്കാനോ ഒരിക്കലും നിങ്ങൾക്കിട വരാതിരിക്കട്ടെ. കാരണം സർവനാശം കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ തിന്മ നമ്മൾ അറിയാതെ തന്നെ പിശാച് നമ്മുടെ ഉള്ളിലേക്ക് വിതച്ചിടും. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അന്തിയോക്കസ് രാജാവ്, അന്തിയോക്കസ് എന്ന് പറഞ്ഞ ഈ ഭരണാധിപൻ, എന്നാൽ ഈ ഇസ്രായേൽ ജനത്തിനെതിരെ ശൗര്യം മുഴുവൻ തീർക്കാൻ വേണ്ടി പോവാൻ. അവർ തിരിച്ചു പറയുന്നവരല്ല, അവർ തിരിച്ചാക്രമിക്കുക, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വലിയ ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് അവരെ തല്ലി തല്ലി ചതയ്ക്കാൻ വേണ്ടി അവരങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മക്കബായർ 9-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അതിമാത്രമായ അഹങ്കാരത്തളലാൽ തിരമാലകളെ ചൊൽപ്പടിക്ക് നിർത്താമെന്നും ഉന്നത ശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്നും വ്യാമോഹിച്ച അവൻ നിലം പതിച്ച് മഞ്ചലിൽ വഹിക്കപ്പെട്ടു. ദൈവത്തിന്റെ ശക്തി എല്ലാവർക്കും ദൃശ്യമായി. ആ ധർമ്മിയുടെ ദേഹമാസകലം പുഴുക്കൾ നിറഞ്ഞു. കഠിന വേദന കൊണ്ട് പൊളയുന്ന അവന്റെ മാംസം അവൻ ജീവിച്ചിരിക്കെ തന്നെ അഴുകി ചീഞ്ഞു നാറാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിച്ചിരിക്കെ തന്നെ ശരീരം മുഴുവൻ അഴുകി ചീഞ്ഞ് ദുർഗന്ധം സഹിക്കാൻ പറ്റാതെ എല്ലാവരും മൂക്ക് പൊത്തുന്ന വിധം പുഴുക്കളും ദുർഗന്ധവും കൊണ്ട് അവൻ പൊതിഞ്ഞ്, അവൻ വലയം ചെയ്യപ്പെട്ട് അവന്റെ ജീവിതത്തിലെ ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് മാറാൻ സെക്കൻഡുകൾ, നൊടിയുടെ സമയം മാത്രം മതിയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജീവിതത്തിൽ കനത്ത ഒരു വീഴ്ച, കനത്ത ഒരു പരാജയം ഉണ്ടായി. അങ്ങനെ ചീഞ്ഞഴുകി കിടക്കുന്ന സമയത്ത്, ഒരാൾക്കും ഒരു വൈദ്യം ഫലിക്കാതെ വേദനിക്കുന്ന സമയത്ത്, ഒരാൾക്ക് സഹായിക്കാൻ പറ്റാതെ ജീവിതത്തിൽ നിസ്സഹായനായി മാറിയ സമയം, അപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ മർമ്മം മനസ്സിലായി. ഇന്ന് മനസ്സിലാവില്ല മക്കളെ, ഇന്നൊന്നിനും കുറവില്ല. ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം, ജോലിക്ക് ജോലി, ശമ്പളത്തിന് ശമ്പളം, എല്ലാം ഉണ്ട്, കുടുംബത്തിന് എല്ലാം ഉണ്ട്. ഒന്നിനും കുറവില്ലാത്ത സമയത്ത് ജീവിതത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാവില്ല മക്കളെ. ഒന്നും ഒക്കെ സ്വപ്നം പോലെ തോന്നും. ജീവിതത്തിൻ്റെ മർമ്മം അറിയുന്നത് ജീവിതത്തിനൊരു പരാജയം ഉണ്ടാകുമ്പോഴാണ്. ഇന്ന് ഈ ഭരണകാര്യം പോലും ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ കുറച്ചെങ്കിലും ജീവിതാനുഭവം ഉണ്ടാകണം. പ്രിയ യുവതി യുവാക്കന്മാരെ, പ്രിയ കുട്ടികളെ, ജീവിതത്തിൽ ചോരത്തിളപ്പുള്ള കാലത്ത് വിവേകം കെട്ടി പെരുമാറരുത്.
ദൈവനാമം ദുഷിച്ചും ദൈവനാമത്തെ ശപിച്ചും ദൈവത്തിന് തിരുമുമ്പിൽ വെറുതെ വിവേകമില്ലാത്ത ഇടം തല തിരിച്ചറിവില്ലാത്ത ജന്മവാസനയാൽ സഹജവാസനയാൽ നയിക്കപ്പെടുന്ന വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ പെരുമാറരുത് മക്കളെ. നാശത്തിലേക്ക് നമ്മളെ നയിക്കൊന്ന് തിരിച്ചറിയണം. നാശത്തിലേക്ക് നമ്മൾ നയിക്കൊന്ന് തിരിച്ചറിയണം. ഇതാ അന്ത്യോക്കസ് നിസ്സഹായനായി, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജീവിതത്തിന്റെ മർമ്മം മനസ്സിലാക്കി. അതാണ് തുടർന്ന് വരുന്ന 10ഉം 11ഉം തിരുലിഖിതങ്ങൾ. നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച അവനെ ദുസ്സഹമായ ദുർഗന്ധ നിമിത്തം ആർക്കും വഹിക്കാൻ കഴിഞ്ഞില്ല. അന്ത്യോക്കസിന്റെ മനസ്സിടിഞ്ഞ് ദൈവത്തിന്റെ ശിക്ഷയേറ്റ് സദാ വേദന അനുഭവിച്ചപ്പോൾ അവൻ ഗർവം വെടിഞ്ഞ് വിവേകം വീണ്ടെടുക്കാൻ തുടങ്ങി. സ്വന്തം ദുർഗന്ധം സഹിക്കാൻ വയ്യാതായപ്പോൾ അവൻ പറഞ്ഞു, ദൈവത്തിന് കീഴ്പ്പെടുക യുക്തം തന്നെ. ദൈവത്തിന് തുല്യനെന്ന് മർത്യരാരും കരുതരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ അവന് നല്ല ബോധമുണ്ടായി, സുബോധമുണ്ടായി. ദൂർത്തപുത്രന് സുബോധം ഉണ്ടായില്ലേ, അതുമാതിരി നല്ല ബോധമുണ്ടായി. അപ്പം അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഞാൻ ഇനി എൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമ്യ പ്രവചനത്തിൽ 13-ാം അധ്യായത്തിൽ 15-16 വാക്യങ്ങൾ, കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലമ്പ്രദേശങ്ങൾ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവീൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് തരുകയാണ്. വിവേകം വീണ്ടെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ തന്നിട്ടുള്ള ഈ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തെ തള്ളിപ്പറയുക, ദൈവത്തെ ശപിക്കുക, ദൈവദൂഷണം ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളിൽ പോയാൽ ജീവിതത്തിലേക്ക് ആത്മാവിൽ ചങ്ങല വീഴുന്ന സമയമാണത്. പിന്നൊന്ന് പ്രാർത്ഥിച്ചാൽ പോലും കേൾക്കപ്പെടാത്ത വിധം നമ്മുടെ ജീവിതം നിത്യ അന്ധകാരത്തിൽ ബന്ധിക്കപ്പെടുന്ന സമയമാണെന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. കൂരിട്ട് കൊണ്ടുവരുന്ന പാപമാണ് ദൈവദൂഷണം. അത് നമ്മുടെ ജീവനെതിരെയുള്ളൊരു പാപമാണത്. ആ പാപത്തിൽ ഞാനും നിങ്ങൾ നിർബാധം മുഴുകിയാൽ, അറിവില്ലാത്ത കാലത്ത് അത് പറ്റിയിട്ടുണ്ടാവും മക്കളെ, അനുദപിച്ച് വേഗം കുമ്പസാരിക്കണം. തിരിച്ചറിവ് ലഭിക്കുമ്പോൾ മുതൽ അതിനോട് എന്നേക്കുമായി വിട പറയണം. ജീവിത തകർച്ച ഉണ്ടാകട്ടെ, പ്രാർത്ഥന കേൾക്കാതിരിക്കട്ടെ, ദൈവത്തിന്റെ മഹനീയമായ നാമം ആദരപൂർവം അല്ലാതെ ഉപയോഗിക്കരുത്. ദൈവം കാണുന്നില്ലേ? ദൈവം എവിടെ ഇരിക്കുന്നത്? ദൈവം എന്താ ഇങ്ങനെ ചെയ്യണത്? നമ്മുടെ കളിക്കൂട്ടുകാരനോ ദൈവത്തോട് സംസാരിക്കരുത്. ആദരവോടെ, ദൈവഭയത്തോടെ ദൈവനാമത്തെ സമീപിക്കുക. ദൈവനാമത്തെ ആദരവോടെ മാത്രം ഉപയോഗിക്കുക. അതിനെ ശീലിക്കണം, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം, അതിനുവേണ്ടി പരിശീലിക്കണം. ദൈവവചനം നമുക്ക് നൽകുന്ന നിർദ്ദേശമാണത്. ഈ നിമിഷങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ വേദന ആത്മീയ രംഗങ്ങളിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പരിശുദ്ധ കുർബാനയിൽ ആരാധന സമർപ്പിച്ച് ഇപ്പൊ നമുക്ക് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരാധനയുടെ നിമിഷം ചെറിയ സമയമാണെങ്കിലും ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ള അത്ഭുതങ്ങൾ നമ്മുടെ കർത്താവിന് ചെയ്യാൻ കഴിയും. 2 കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഓരോ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കർത്താവിന് മുമ്പിൽ പറയുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം തുറങ്ങി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്ര ഉറക്കെ പ്രത്യാശയോടെ യേശുവിനെ വിളിക്കുക. യേശുവേ, 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 യേശുവേ. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു. യേശുവേ,